സംസ്ഥാനത്ത് ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കേരള കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ ഘട്ടത്തിൽ കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഒരുപടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. എത്രത്തോളം വിജയപ്രതീക്ഷയാണ് കോട്ടയത്ത് വെച്ച് പുലർത്തുന്നത്? 100% വിജയപ്രതീക്ഷയാണ്. ഒന്ന്, നമ്മുടെ ഒരു പോരാട്ടം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ ഇന്ത്യയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. നമ്മുടെ ഭരണഘടനയെ, നമ്മുടെ ഫെഡറലിസം, മതേതരത്വം, ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം, ഇതെല്ലാം തകർത്തുകൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഡൽഹിയിലെ ഒരു ചരിത്ര പോരാട്ടം. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും MLA-മാരും MP-മാരും അവിടെ ഒരു ചരിത്ര പോരാട്ടം, ഒരു സമരം നടത്തുന്നത് എന്തിനാണ്? നടത്തുന്നത് വേറെ ഒന്നുമില്ല, ഒരു ഔദാര്യമല്ല, ഒരു ദയാദാക്ഷിണ്യമല്ല, ഒരു ഗ്യാരണ്ടിയുമല്ല. പക്ഷേ കേരളത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട നികുതി വിഹിതം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഒരു പോരാട്ടം നടന്നിട്ടില്ല. അപ്പോൾ ജനതയുടെ ഒരു നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായും ഈ പോരാട്ടത്തിൽ നമുക്കറിയാം, മതേതരത്വമൊക്കെ കാത്തു സംരക്ഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇന്ന് അത് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഇടതുപക്ഷമാണ്. നമുക്ക് കേരളത്തിൻ്റെ വികസനത്തിലും ഏറ്റവും കൂടുതൽ ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നടത്തുമ്പോഴും നമുക്ക് ആ വികസനം നടത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ പോരാട്ടത്തിൽ കൂടെ മുന്നോട്ട് പോകണം. നമുക്ക് ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഇവിടെ മാത്രമല്ല വലിയൊരു മുന്നേറ്റം ഇടതുപക്ഷം നടത്താൻ കഴിയുമെന്ന്. മണിപ്പൂരിൽ ഒരു വംശഗതി നടക്കുന്നു. ആ വിഷയങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് പ്രതിഫലിക്കുമോ? തീർച്ചയായിട്ടും. നമുക്കറിയാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ പോയി ബഹുമാനായ തോമസ് ചാഴിനെ MP എന്ന നിലയ്ക്ക് ഏറ്റവും ആദ്യം പോയി സന്ദർശിച്ചതാണ്. അവിടെ ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ, ഒരു ന്യൂനപക്ഷത്തെ വളരെ ബോധപൂർവമായ ഒരു ഹിഡൻ അജണ്ടയോടുകൂടി ഇല്ലായ്മ ചെയ്യുകയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനം കൂടിയപ്പോൾ ഇടതുപക്ഷം ആവശ്യപ്പെട്ടത് ഇതിൻ്റെ ഒരു വിവരം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അതിനെപ്പറ്റി ഒന്ന് പ്രതിഫലിക്കുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുക, എന്താണ് വിഷയമെന്നൊന്ന് പറയാൻ പുറത്ത് സംസാരിക്കുന്നു. പക്ഷേ പാർലമെൻറ്റിനകത്ത് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. എന്താണ് അത് കൂട്ടാക്കുന്നത്? അത് ബോധപൂർവമായുള്ള ചില മേഖലയെ ഇല്ലായ്മ ചെയ്ത് കൊണ്ടുപോവുക. MP-യുടെ പ്രവർത്തനം എന്ന നിലയിൽ കഴിഞ്ഞ തവണത്തെ എത്ര മാർക്ക് നൽകും ജോസ് കെ മാണി ചെയർമാൻ? അതിപ്പോൾ നമുക്ക് എന്നാന്ന് ചോദിച്ചാൽ, വികസന കാര്യങ്ങളിൽ നമ്മളെപ്പോഴും വീണ്ടും വികസനം വന്നുകൊണ്ടിരിക്കും. അതിനകത്ത് നമ്മൾ എത്രമാത്രം നമുക്ക് ആത്മാർത്ഥമായി അത് വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവിടെ വിനിയോഗിക്കാൻ കാര്യം 100-ൽ 100 നമുക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞു. അതാണല്ലോ നമ്മൾ ഒന്നാമൻ എന്നുള്ള രീതിയിൽ ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിനിയോഗിക്കാൻ കഴിഞ്ഞതും വികസന പ്രവർത്തനം കഴിഞ്ഞതും നമ്മൾ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ കഴിഞ്ഞ ഒരു 15 വർഷത്തെ വികസന പദ്ധതികൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. അതാണ്, വികസന രംഗത്ത് കേരളത്തിലെ ഒന്നാമനാകാൻ തോമസ് ചാഴിക്കാടന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോട്ടയത്ത് വിജയിച്ച് കയറാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് ജോസ് കെ മാണി പങ്കുവെക്കുന്നത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.